أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിം സുഹൃത്തുക്കൾ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ച് 139ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അൽഹംദുലില്ലാഹ്, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമായതുകൊണ്ട് അത് സാധാരണ അറബി വായിക്കും പോലെ വായിക്കാൻ പാടില്ലെന്നും തജ്വീദ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം അതിൻ്റെ പാരായണത്തിന് അനിവാര്യമാണെന്നും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ തദ്രീബ് എന്ന കോഴ്സിലൂടെ തജ്വീദ് പഠിച്ച് വിശുദ്ധ ഖുർആൻ ഓതി പഠിക്കുന്നത്. ഇതിന് നമുക്ക് അവസരം തന്ന നമ്മുടെ നേതൃത്വം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ഖൈറും ബറക്കത്തും ഇസ്സത്തും ഹിമ്മത്തും അവരുടെ കീഴിൽ സാധുക്കളായ നമുക്ക് ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് ഖുർആനിൻ്റെ ഖിദ്മയിൽ നൽകിയും അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സിൽ സൂറത്തുൽ കഹ്ഫ് ആണ് ഓതിയത്. അതിനു മുമ്പ് തജ്വീദിലെ വളരെ പ്രധാനപ്പെട്ടതും ഒഴിവാക്കിയാൽ വലിയ കുറ്റം കിട്ടുന്നതുമായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങളെ വളരെ വിശദമായി നമ്മൾ പഠിച്ചു. ആ പഠിച്ച നിയമങ്ങളെ മുഴുവനായി കൊണ്ടുവന്ന് സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഓതി പരിശീലിച്ചു. ഇന്നത്തെ ഒരു ക്ലാസ് കൂടി നൂനിനും തൻവീനിനും വേണ്ടി മാറ്റിവെക്കുകയാണ്. നിങ്ങൾ നോക്കി, എത്ര ക്ലാസ്സുകളിൽ നമ്മളിത് പറഞ്ഞു. ഇനിയും ഒരു ക്ലാസ് കൂടി നൂനിനും തൻവീനിനും വേണ്ടി മാറ്റിവെക്കുന്നു. എന്തിന്? ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഖിറാഅത്തിൽ നൂനും തൻവീനും ഒരു തലവേദനയായി തുടരുന്നു എന്നത് ബോധ്യപ്പെട്ടതുകൊണ്ട് നമുക്ക് ഇനി ആ തലവേദന ഉണ്ടാവാൻ പാടില്ല. മീൻസ് ഇത് നൂനും തൻവീനും ഒഴിവാക്കിയിട്ടുള്ള ഒരു ഖിറാഅത്ത് നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി ഇന്നത്തെ ഈ ക്ലാസ് ഇത് ഉപയോഗപ്പെടുത്തുന്നവർക്ക് വളരെ ഫലം ചെയ്യുന്ന രൂപത്തിലാണ് ഇന്നത്തെ ക്ലാസ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ പഠിച്ച 5 നിയമങ്ങളുണ്ടല്ലോ. ഇഖ്ലാബ് ഉണ്ട്, അതിൽ ഇദ്ഗാമും ബിലാ ഗുന്നഹ് ഉണ്ട്, ഇദ്ഗാമും ബിഗുന്നഹ് ഉണ്ട്, അതുപോലെ ഇൽഹാർ ഉണ്ട്, ഇഖ്ഫ ഉണ്ട്. ഈ 5 നിയമങ്ങളുടെയും ഉദാഹരണങ്ങൾ സ്ക്രീനിൽ നിങ്ങളെ കാണിച്ച് അത് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നിങ്ങൾ വായിച്ചാൽ മതി. ചോദ്യം ഇവിടുന്ന് ചോദിക്കും. നിങ്ങൾ ഉച്ചത്തിൽ, മീൻസ് മനസ്സിൽ പറഞ്ഞാൽ പോരാന്നർത്ഥം, വായിച്ച് നിങ്ങളത് കറക്റ്റ് വരുത്തുക. അങ്ങനെ ഒന്നുകൂടെ നൂനും തൻവീനും നമ്മുടെ ഖൽബിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. ഇതാണ് ഇന്നത്തെ ഈ ഈ ഈ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്ലാസ് മുതൽ ഇൻഷാ അള്ളാഹ് നമുക്ക്
മറ്റു നിയമങ്ങളിലേക്ക് വരാം. ഒന്നുകൂടെ ആവർത്തിക്കുന്നേ, നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ മിസ്സായിപ്പോയാൽ, ഒഴിവായിപ്പോയാൽ വരുന്ന അപകടാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് വീണ്ടും ഇതിനു വേണ്ടി ഒരു ക്ലാസ് മാറ്റിവെക്കുന്നത്. ഓർക്കണം. തുടങ്ങാം നമുക്ക്. സാക്കിനായ നൂൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. തൻവീൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും നമ്മൾ പഠിച്ചു. ഓക്കെ. ഇനി നിങ്ങൾക്ക് സ്ക്രീനിൽ രണ്ടു സംഗതികൾ കാണാം. നോക്കിയേ. സാക്കിനായ നൂനിനു ശേഷം ബ വന്നു, തൻവീനിനു ശേഷം ബ വന്നു. രണ്ട് ഉദാഹരണങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഴയകാലം മുതലേ പറഞ്ഞു പോരാറുണ്ടല്ലോ അല്ലേ, ചേരുംപടി ചേർക്കുക എന്ന്. നിങ്ങൾ ചേരുംപടി ചേർത്താൽ മതി. ചേർത്താൽ മതി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ചേർത്ത് വായിച്ചാൽ മതി. രണ്ട് ഉദാഹരണങ്ങളുണ്ട്. ഒന്ന് മോഡൽ ഞാൻ പറഞ്ഞു തരാം. കാരണം നിങ്ങൾക്കൊക്കെ തന്നെ അറിയും, വേഗം മനസ്സിലാവും. സാക്കിനായ നൂനിന് ശേഷം ബ വന്നു എന്നതിൻ്റെ നേരെ ഷഹീദം ബൈനിയാണ്. ശരിയല്ലല്ലോ? അല്ല, അത് തെൻവീനിന് ശേഷം ബ വന്നതാണ്. തെൻവീനിന് ശേഷം ബ വന്നു എന്നതിൻ്റെ നേരെ വമാ യംബഗിയാണ്. ശരിയല്ലല്ലോ? നേരെ മേലത്തതാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് വായിക്കാം. ഏത് വായിക്കാം? സാക്കിനായ നൂനിന് ശേഷം ബ വന്നു എന്ന് പറയുമ്പോഴേക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ ഉറക്കെ വായിക്കണം. മനസ്സിലിങ്ങനെ ചൂണ്ടനക്കിയാൽ പോരാ, മനസ്സിൽ വായിച്ചാൽ പോരാ. അങ്ങനെയാണ് ഈ 5 നിയമങ്ങളും ഇന്ന് നമ്മൾ വായിച്ച് പഠിച്ച് പോകുന്നത്. ഓക്കെ, തുടങ്ങല്ലേ? ബിസ്മില്ലാഹ്. സാക്കിനായ നൂനിന് ശേഷം ബ വന്നു. വമാ യംബഗി, കറക്റ്റ്. തൻവീനിന് ശേഷം ബ വന്നു. ഉറക്കെ വായിക്കണം, ഉറക്കെ വായിക്കൂ. യെസ്. ഷഹീദം ബൈനി. ഓക്കെ, യെസ്. അപ്പോൾ ഇഖ്ലാബ് ആയി. ഇത് ഇഖ്ലാബും ആകെ ഒരു ബ മാത്രം ആയതുകൊണ്ട് സിമ്പിളായി മനസ്സിലായി. എന്നാലേ ഇദ്ഗാമും ബിഗുന്നയിലേക്ക് വന്നു. ഇദ്ഗാമും ബിഗുന്നയിലേക്ക് വന്നു. നോക്കിയേ, സ്ക്രീനിലേക്ക് തന്നെ നോക്കിക്കോട്ടോ. ഇതാ ഇദ്ഗാമും ബിലാ ഗുന്ന. ഓക്കെ. സാക്കിനായ നൂനിന് ശേഷം റ വന്നു. വേഗം വായിക്കണം, അപ്പോഴേക്ക് വായിക്കണം. യെസ്. റസൂലില്ലാഹ്, കറക്റ്റ്. നെക്സ്റ്റ്. സാക്കിനായ നൂനിന് ശേഷം ലാം വന്നു. വായിച്ചത് ആൻസർ ശരിയാണ്, പക്ഷെ വായിച്ചിടത്ത് ചെറിയൊരു ഒരു 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 കാര്യങ്ങൾ ശരിയാക്കാറുണ്ട്. കാരണം കുറച്ച് ആളുകൾ വായിച്ചത് വമല്ലം എന്നാണ്. മല്ലം മാ കഴിഞ്ഞിട്ട് മൂക്കുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഗുന്നത്ത് നൂനിന് ഇദ്ഗാമും ബിലാ ഗുന്ന അല്ലേ, ഗുന്നത്തില്ലാത്ത ഇദ്ഗാമാണ്. വമല്ലം, നമ്മൾ ആള് മല്ലനാണെന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞതുപോലെ വമല്ലം യത്അംഹു, വമല്ലം അങ്ങനെ തന്നെ പറയണം. യെസ്. തൻവീനിനു ശേഷം റ വന്നു. നോക്കിയിരിക്കല്ലാതെ വായിക്കുന്നേ. തൻവീനിന് ശേഷം റ വന്നു. ഉറക്കെ വായിക്കൂ. തൻവീനിനു ശേഷം ലാം വന്നു. യെസ്. ഇനി നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. ഒരുമിച്ച്. ഫസ്റ്റ് സായിഗൽ ലിശ്ശാരിബീൻ കാന തവ്വാബർ റഹീമാ വമൻ ലം യത്അം അർ റസൂലില്ലാഹ്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇദ്ഗാമും ബിലാ ഗുന്ന ഇങ്ങനെ പറയില്ല കേട്ടോ, ഇത് ലാസ്റ്റാണേ. നെക്സ്റ്റ്. ഇദ്ഗാമും ബിഗുന്ന. ഇദ്ഗാമും ബിഗുന്ന. തൻവീനിനു ശേഷം നൂൻ വന്നു. അല്ലല്ലല്ല, നോക്കി. തൻവീനിന് ശേഷം നൂൻ വന്നു.
യെസ്, തൻവീനിന് ശേഷം വാവ് വന്നു. തൻവീനിന് ശേഷം വാവ്. തൻവീനിന് ശേഷം മീം വന്നു. തൻവീനിന് ശേഷം യാ വന്നു. യെസ്, ഓക്കെ. അപ്പോൾ ഇതൊക്കെ തൻവീനിന് ശേഷം വന്നതാണ്. നമുക്കൊന്ന് വായിക്കാം. അദൂം മുബീൻ. ഫതൻ യദ്കുറുഹും ഹബ്ബൻ വനബാത സാലിഹൻ നുഅ്തിഹ. ഇനി ഈ ഉദാഹരണം നോക്കിയേ, സ്ക്രീനിൽ നോക്കിയേ. ഇതിൽ ഇദ്ഗാം ബിഗുന്ന എത്ര എണ്ണം ഉണ്ട് നോക്കിയേ ഈ ആയത്തിൽ. وطفقا يخصفان عليهما من ورق الجنة. ഇദ്ഗാം ബിഗുന്ന ഉണ്ടോ? ഉണ്ട്. എവിടെ? മിൻ വറഖി. ഓക്കെ. قالوا أتجعل فيها من يفسد فيها ويسفك الدماء. إدغام بغنى من يفسد. خلاص ലേ. അപ്പം നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഈ പറഞ്ഞ ഹർഫുകൾ വന്ന ഇദ്ഗാമും ബിഗുന്ന. ഓക്കെ. നെക്സ്റ്റ് ഇൽഹാറാണ്. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഹൽക്കിൻ്റെ ഹർഫുകൾ വന്ന ഇൽഹാർ. നോക്കിയല്ലേ? ഓക്കെ. തൻവീനിന് ശേഷം ഹംസ വന്നു. തൻവീനിന് ശേഷം ഹ വന്നു. എല്ലാം തൻവീനിൻ്റെതാണ് കേട്ടോ, നോക്കണേ. ഓക്കെ, ഉറക്കെ വായിക്കണം, മനസ്സിൽ ഇരുത്തിയാൽ പോരാ. തൻവീനിന് ശേഷം ഐൻ വന്നു. തൻവീനിന് ശേഷം ഹ വന്നു. തൻവീനിന് ശേഷം ഗൈൻ വന്നു, പുള്ളിയുള്ളത് ഗൈൻ. തൻവീനിന് ശേഷം ഖ വന്നു. ഓക്കെ, നമ്മൾ ഒരുമിച്ച് വായിക്കാം. യൗമഇദിൻ അനിൻ നഈം നാറുൻ ഹാമിയഹ് അഫൂവൻ ഗഫൂറാ അദാബൻ അലീമാ അലീമുൻ ഖബീർ വനൂഹൻ ഹദൈനാ. ഓക്കെ അല്ലേ? യെസ്. ഇനി ഏതാ ബാക്കി? ഇഖ്ഫാ. ഇഖ്ഫാൻ്റെ ഉദാഹരണങ്ങൾ ശരിക്കും നോക്കണേ. നോക്കിയേ. തൻവീനിനു ശേഷം ത വന്നു. ഉറക്കെ വായിക്കൂ. തൻവീനിന് ശേഷം ത വന്നു. ഓക്കെ. നെക്സ്റ്റ് തൻവീനിനു ശേഷം ദാൽ വന്നു. ദാൽ. എങ്ങനെ ഞാൻ വായിച്ചത് തെറ്റിന്നോ? ഇല്ല, ഞാൻ ബോധപൂർവം വായിച്ചതാണ്. നിങ്ങൾ വിചാരിച്ചു ഞാൻ ആ ക്രമപ്രകാരം വായിക്കുന്നില്ലേ? ഇല്ലല്ല, ഇതിന് ഉത്തരം കണ്ടെത്തണം. തൻവീനിനു ശേഷം ദാൽ വന്നു. തൻവീനിനു ശേഷം ദാൽ വന്നു. ദാൽ. ചിലർ പറയാം ഇതൊരു പണിയായല്ലോ എന്ന്. ഓർഡർ അനുസരിച്ച് ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ കണ്ടെത്താൻ സുഖമായിരുന്നു അല്ലേ? അങ്ങനെ വേണ്ട. തൻവീനിനു ശേഷം ജീം വന്നു. ജീം. തൻവീനിന് ശേഷം ത വന്നു. ത. നേരത്തെ പറഞ്ഞില്ലേന്നോ? പറഞ്ഞു. രണ്ടാം വട്ടം പറയുന്നതിന് എന്തിനാ?
തൻവീനിന് ശേഷം സ വന്നു. ഇങ്ങനെ ചോദിച്ചപ്പോൾ വേഗം വേഗം കണ്ടെത്തി വായിക്കാനേ ഒരു അല്ലേ, ഇങ്ങനെ വേഗം പെട്ടെന്ന് കണ്ടെത്തി വായിക്കാൻ കഴിയണം. നോക്കിയേ ഹുബ്ബൻ ജമ്മ ഖിൻവാനുൻ ദാനിയഹ് സിറാഅൻ ദാലിക് മാഅൻ സജ്ജാജ ജന്നാത്തുൻ തജ്രി. ഇനിയുണ്ട്. ഇത് നോക്കിയേ. അല്ലേ, താഴെ നിന്ന് മേലേക്ക് പോകുന്നു കേട്ടോ. നോക്കിയേ, സാക്കിനായ നൂനിന് ശേഷം ളാദ് വന്നു. സാക്കിനായ നൂനിന് ശേഷം ളാദ് വന്നു. രണ്ടെണ്ണം ഉള്ളത് കൊണ്ടില്ലേ, ഒരു ഇദ്ഗാമും ബിഗുന്നയും കൂടെ ഉള്ളത് കൊണ്ട് കണ്ടെത്താൻ കുറച്ച് പണി അല്ലേ. സാക്കിനായ നൂനിന് ശേഷം സ്വാദ് വന്നു. സാക്കിനായ നൂനിന് ശേഷം സ്വാദ് വന്നു. ഉറക്കെ വായിക്കുന്നേ, നിങ്ങൾ ഇപ്പത്തന്നെ ക്ഷീണിച്ചല്ല റബ്ബേ. സാക്കിനായ നൂനിന് ശേഷം സ വന്നു. മേലേക്ക് ചാടി നമ്മൾ. സാക്കിനായ നൂനിന് ശേഷം സ വന്നു. യെസ്, സാക്കിനായ നൂനിന് ശേഷം ഷീൻ വന്നു. സാക്കിനായ നൂനിന് ശേഷം ഷീൻ, പുള്ളിയുള്ളത് ഷീൻ വന്നു. സാക്കിനായ നൂനിന് ശേഷം സീൻ വന്നു. സീൻ എങ്ങനെയുണ്ട്? അങ്ങോട്ടും വായിച്ചപ്പോൾ കണ്ടെത്താൻ ചെറിയൊരു അല്ലേ. ഉദാഹരണങ്ങൾ നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. എൻ്റെ കൂടെ എല്ലാവരും വായിക്കണം. എല്ലാവരും നോക്കി. وينشئ السحاب ولمن صبر وطلح منضود وأنزل الله من سلطان. ഒന്നും കൂടെ ഉണ്ട്. 10 ഹർഫിലായിട്ടുള്ളൂ. എല്ലാം കൂടി ആകുമ്പോൾ കുറേ എണ്ണം വേണ്ടി വരും. ഒന്നും കൂടെ നോക്കൂ. തൻവീനിന് ശേഷം ഫ വന്നു. എവിടെ? ലാസ്റ്റിലുള്ളത് അല്ലേ. തൻവീനിന് ശേഷം ലാ വന്നു. തൻവീനിന് ശേഷം ഖാഫ് വന്നു. ഖാല യഖൂലു ഖീലയിൽ ഖാഫിനെ എന്ന് പറഞ്ഞ ഖാഫ്. തൻവീനിന് ശേഷം ഖാഫ് വന്നു. തൻവീനിന് ശേഷം കാഫ് വന്നു. തൻവീനിന് ശേഷം തോ വന്നു. തൻവീനിന് ശേഷം തോ വന്നു. നോക്കിയേ, ഹർസ ഖൗമിൻ വലമു ഖൗലൻ കരീമ വഫത്ഹുൻ ഖരീബ് ഖൗമൻ ത്വാഗീൻ ബഅ്ദിൻ ഫല്ലദീൻ. ഇഖ്ഫാഇൻ്റെ ഇത്രയും ഉദാഹരണങ്ങൾ ആയി. ഇപ്പോൾ എന്തായി? സാക്കിനായ നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം, ശരിക്കും ശ്രദ്ധിക്കണേ, സാക്കിനായ നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം വരുന്ന ഇഖ്ഫാഇൻ്റെ ഹർഫുകൾ, ഇൽഹാറിൻ്റേത്, ഇദ്ഗാമും ബിഗുന്ന, ഇദ്ഗാമും ബിലാ ഗുന്ന, ഇഖ്ലാബ്. ഈ 5 നിയമങ്ങളെക്കുറിച്ചുള്ള ഫുൾ സ്റ്റോപ്പ് ഇവിടെ ഇട്ടു. ഇത് ഈ വിഷയത്തെക്കുറിച്ചുള്ള ലാസ്റ്റ് പറച്ചിലാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി പറയുകയേ ഇല്ല എന്നല്ല, ഈ രൂപത്തിൽ പറയുന്നത് ഇനി ഉണ്ടാവില്ല ഈ ബാച്ചിൽ. അതുകൊണ്ട് ഇവിടെ തീരുമാനമായി, ഇനി ആർക്കും ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. അഥവാ ആർക്കെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാനാണ് കമൻറ്റ് ബോക്സ് ഉള്ളത്. ഇപ്പോൾ അതിൽ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് മറുപടി തരും. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അതിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് അത് ഉപയോഗപ്പെടുത്തണം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പോകണം. ഇന്ന് നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.
ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 5 നിയമങ്ങളുടെ നിങ്ങൾ പെട്ടെന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രാക്ടീസാണ്. അതെല്ലാവരും ഇത് ഒരു 1-2 തവണ നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് കേൾക്കാൻ ശ്രമിക്കണം. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്നുകൂടെ വേഗം മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹ് പുതിയൊരു നിയമവും പുതിയ സൂറത്തുമായിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് തുടങ്ങാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. പടച്ചവനെ, നിൻ്റെ പരിശുദ്ധ കലാമാകുന്ന ഖുർആൻ സുന്ദരമായി പാരായണം ചെയ്യാൻ, നിയമങ്ങൾ മുഴുവനും പാലിച്ച് ഓതാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് ഒരു തെറ്റും കൂടാതെ ഒരു ഖത്മ് പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله.